നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. UDF-ൽ ലീഗിന് വഴങ്ങി കോൺഗ്രസ് നേതൃത്വം. രാഷ്ട്രീയ പ്രഖ്യാപനത്തിന് പിന്നാലെ പാണക്കാട്ടെത്തി ലീഗ് നേതാക്കളെ കണ്ട് PV അൻവർ. കാഴ്ചക്കാരായി കോൺഗ്രസ് നേതാക്കൾ. UDF-നൊപ്പമെന്ന് അൻവർ. വ്യക്തിപരമായ ഇഷ്ടം പ്രധാനമല്ലെന്ന് VD സതീശൻ. നേപ്പാൾ ടിബറ്റ് അതിർത്തിയിലെ ഭൂചലനത്തിൽ മരണം 50 കടന്നു. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് റിപ്പോർട്ട്. മേഖലയിൽ അനുഭവപ്പെട്ടത് 6 പ്രകമ്പനങ്ങൾ. അസമിലെ ഖനി ദുരന്തത്തിൽ രക്ഷാദൌത്യം ഏറ്റെടുത്ത് സൈന്യം. ഖനിയിൽ കുടുങ്ങിക്കിടക്കുന്നത് 20-ലധികം തൊഴിലാളികൾ. കോഴിക്കോട് ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം. പ്രതി മലപ്പുറം സ്വദേശി മുസ്തഫ പോലീസ് പിടിയിൽ. ഹണി റോസിനെതിരായ സൈബർ ആക്രമണത്തിൽ നടപടി കടുപ്പിക്കുന്നു. നടിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും നിരീക്ഷണത്തിൽ. കണ്ണൂർ കണ്ണവത്ത് വിറക് ശേഖരിക്കാൻ പോയ യുവതിയെ ഒരാഴ്ചയായിട്ടും കാണാനില്ലെന്ന് പരാതി. രാജ്യതലസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഉച്ചയ്ക്ക് 2-ന്. തെരഞ്ഞെടുപ്പ് നടപടികളിൽ ആം ആദ്മി സർക്കാർ അനാവശ്യമായി ഇടപെടുന്നുവെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഡൽഹി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്ത്. വയനാട്ടിൽ വീണ്ടും വന്യജീവി ആക്രമണം. അമരക്കുനിയിൽ ഇറങ്ങിയ കടുവ ആടിനെ കൊന്നു. തമിഴ്നാട് വാൽപ്പാറയിൽ കാട്ടാനക്കൂട്ടം പോസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്തു. കണ്ണൂർ കക്കയങ്ങാട്ടിൽ പിടികൂടിയ പുലിയെ ബ്രഹ്മഗിരി വനമേഖലയിൽ തുറന്നുവിട്ടു. കാനഡയിൽ ജസ്റ്റിൻ ട്രൂഡോ നാണം കെട്ട് പുറത്തേക്ക്. ട്രൂഡോ പാർട്ടിക്ക് ബാധ്യതയെന്ന് MP-മാർ. US-ന്റെ ഭാഗമാവാൻ കാനഡയെ ക്ഷണിച്ച് ഡൊണാൾഡ് ട്രംപ്. റഷ്യൻ ചൈനീസ് ഭീഷണിയിൽ നിന്ന് സംരക്ഷണം നൽകാമെന്ന് വാഗ്ദാനം. ട്രംപിന്റെ സത്യപ്രതിജ്ഞ ഈ മാസം 20-ന്. കലാമാമാങ്കം കലാശക്കൊട്ടിലേക്ക്. സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം. കണ്ണൂരും തൃശൂരും കോഴിക്കോടും ഒപ്പത്തിനൊപ്പം. ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരമടക്കം ജനപ്രിയ മത്സര ഇനങ്ങൾ വേദിയിൽ. പാണക്കാട്ടെത്തി മുസ്ലിം ലീഗ് നേതാക്കളെ സന്ദർശിച്ചതിന് ശേഷം PV അൻവർ MLA മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അതിന് അൻവറിനെ കിട്ടൂല. അവര് നിലപാട് വ്യക്തമാക്കിയിട്ട് ഒരു സമരം നടത്തുകയാണെങ്കിൽ ആ സമരത്തിനൊപ്പം ഞാൻ പോകും. അതിന് തർക്കമൊന്നുമില്ല. താങ്കൾ ഉയർത്തിക്കൊണ്ടുവന്നൊരു വിഷയം എന്ന നിലയ്ക്ക് താങ്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാനുണ്ട്. അതിന് UDF എന്നൊരു സംവിധാനമാണ് പ്രാപ്തമാവുന്നത്. അതുകൊണ്ട് അവരുടെ കൂടെ നിൽക്കും എന്ന് തന്നെയാണ്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ പിണറായിസത്തിന്റെ ബാക്കി പത്രമാണല്ലോ ഈ പറയുന്നതൊക്കെ. ഈ ദുരന്തം ഉണ്ടാക്കുന്ന ആരാ? ഇത് കേന്ദ്ര ഗവൺമെന്റാണ് വനത്തിന്റെ വലിയ ഓണർഷിപ്പ് ഉള്ളത്. സ്റ്റേറ്റിന് പരിമിതി ഉണ്ട് എന്നത് വസ്തുതയാണ്. കേന്ദ്രമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യുമെന്നും പറയുന്ന മുഖ്യമന്ത്രിയും കൈമലർത്തുന്ന വനമന്ത്രിയുടെ മുന്നിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ സംസ്ഥാന വന നിയമത്തിലാണ് ഈ അമെൻമെന്റ് വരുന്നത്. അതിന്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിന് മാത്രമാണ്. അപ്പൊ അതിൽ നിന്ന് അവർക്ക് മാറി നിൽക്കാൻ പറ്റുമോ? അപ്പൊ സ്വാഭാവികമായിട്ട് ആ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ പരിശ്രമിക്കുന്ന ആരാ അവിടെ? UDF ആണ്. ആ പരിശ്രമത്തോടൊപ്പം ഞാൻ നിൽക്കും. കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ട് എന്താ അതിൽ കാര്യം? കേന്ദ്ര സർക്കാർ ഇത്തരം കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യലുള്ളൂ. അവർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. ഇത്തരം കാര്യത്തിൽ അവർക്ക് ചെയ്യാൻ ധൈര്യമില്ലാത്തതാണ് ഇപ്പോൾ സ്റ്റേറ്റ് ചെയ്യുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. കേന്ദ്രത്തിന് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ ധൈര്യമില്ല. ഈ ലോകത്തെ മുഴുവൻ പുഴയും ഫോറസ്റ്റിൻ്റെതാക്കുക, ഫോറസ്റ്റുകാർക്ക് അമിതാധികാരം കൊടുക്കുക, CRPC-യുടെയും IPC-യുടെയും പവർ ഫോറസ്റ്റുകാർ കൊടുക്കുക. മിനിയാന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് നിങ്ങൾ കണ്ട? ആരാ കൊണ്ടുപോയത്? പോലീസാണ്. ഈ ഭേദഗതി പാസ്സായാൽ ആ സ്ഥാനത്ത് വരിക DFO-വും BCCF-ഉം ഇവിടുത്തെ ഫോറസ്റ്റുകാരും അവരുടെ ജീപ്പും അവരുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരും അവരുടെ വാച്ച് ഓഫീസർമാരും എൻ്റെ വീട്ടിൽ വന്ന്, അല്ലെങ്കിൽ കുഞ്ഞാട്ടി സാഹിബിൻ്റെ വീട്ടിൽ വന്ന് കുഞ്ഞാട്ടി സാഹിബിനെ പൊക്കിയവർക്ക് പോകാം. നിങ്ങൾ മനസ്സിലാക്കണം, ആ ശക്തമായ അമെൻമെൻ്റാണ് വരാൻ പോകുന്നത്. ആ ഓവർ പവറാണ് കൊടുക്കാൻ പോകുന്നത്. അത് സ്വാഭാവികമായിട്ടും കേന്ദ്രം പറഞ്ഞിട്ട് കൂടിയല്ല. ഇന്ത്യയിലെ മറ്റ് 10-28 സംസ്ഥാനമുണ്ട്, അവിടെയൊക്കെ വനമുണ്ട്. അവിടെ പോലും ഇല്ലാത്ത നിയമം 70% ഫോറസ്റ്റായ ഈ കൊച്ചു കേരളത്തിൽ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനത്ത്
ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തുകയാണ് പി വി അൻവർ. യു ഡി എഫിനൊപ്പമെന്ന രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കി പി വി അൻവർ പാണക്കാട്ടെത്തി ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. സാദിഖ് അലി തങ്ങളുമായും പി കെ കുഞ്ഞാലിക്കുട്ടിയുമായും പി വി അൻവർ കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം പി വി അൻവർ മാധ്യമങ്ങളെ കാണുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. ഇതിൻ്റെ രാഷ്ട്രീയമായ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ പ്രജിത്ത് തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. പ്രജിത്ത്, നമ്മളിപ്പോൾ കാണുന്നത് പി വി അൻവറിൻ്റെ UDF പ്രവേശനത്തിന് മുസ്ലിം ലീഗ് സർവാത്മന പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം വരികയാണ്. അവിടെ നിസ്സഹായരായി കോൺഗ്രസ് നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. പി വി അൻവറിനെ അങ്ങേയറ്റം പ്രതിരോധത്തിലേക്ക് തള്ളിവിട്ട വി ഡി സതീശൻ ഇന്ന് മലക്കം മറിയുന്ന കാഴ്ചയും നമ്മൾ കാണുകയാണ്. എങ്ങനെയാണ് UDFിൻ്റെ പി വി അൻവറിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയത്തെ വിലയിരുത്തേണ്ടത് നമ്മൾ? നിലിമ, ഒരുപക്ഷെ മുസ്ലിം ലീഗിന്റെ ഈ UDFിലെ ഒന്നാമനായി മുസ്ലിം ലീഗ് മാറുകയാണോ എന്നുള്ള ചോദ്യം പോലും ഈ ഘട്ടത്തിൽ പ്രസക്തമാണ്. പ്രത്യേകിച്ച് മുന്നണി വിപുലീകരണത്തിൽ തീരുമാനമെടുക്കുന്നത് ലീഗ്, ഘടകകക്ഷികളായി പുറത്തുനിന്ന് ആരൊക്കെ എത്തണമെന്നതിൽ തീരുമാനമെടുക്കുന്നത് ലീഗ്, ഒപ്പം തന്നെ നേരത്തെ മുന്നണി വിട്ടുപോയ ആളുകളെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ലീഗ്. അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സംസ്ഥാന UDFിന്റെ വിപുലീകരണത്തിന് അരയും തലയും മുറുക്കി ലീഗ് മുന്നിട്ടിറങ്ങുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ വെറും കാഴ്ചക്കാരായി ഒതുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിലേക്കാണ് പോകുന്നത്. തുടർഭരണം കിട്ടിയാൽ ഒരുപക്ഷെ 2026 അധികാരത്തിലേറാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഉപമുഖ്യമന്ത്രി സ്ഥാനമടക്കം ചോദിച്ചു വാങ്ങാനുള്ള നീക്കങ്ങളാണ്, അതിനുള്ള ശക്തി ആർജിക്കലാണ് ലീഗ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ UDFിൽ മുന്നണി വിപുലീകരണം എന്ന ആവശ്യം സജീവമായിരുന്നു. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ വലിയ താല്പര്യം കാണിച്ചില്ല. ഇത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളിലേക്കോ കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോഴും അവിടെ പ്രത്യേകിച്ച് തീവ്ര ഇസ്ലാമിക സംഘടനകളുമായി കൂട്ടുകൂടണമെന്ന ആവശ്യം വളരെ സജീവമായി ഉയർന്നിരുന്നു. വെൽഫെയർ പാർട്ടിയെ പോലെയുള്ളവരെ മുന്നണിയിലെത്തിക്കണം എന്നുള്ള ആവശ്യം ഉയർന്നു. അതോടൊപ്പം തന്നെയാണ് ആ ആവശ്യം നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ പി വി അൻവർ UDFിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പി വി അൻവർ എത്തുമ്പോൾ ഒപ്പം ചില SDPI വോട്ട് ബാങ്കുകളും തങ്ങളുടെ ഭാഗത്തേക്ക് എത്തുമെന്നുള്ള ഒരു കണക്കുകൂട്ടൽ ലീഗിനടക്കമുണ്ട്. കാരണം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ശക്തിയിൽ ലീഗിന് വലിയ വിശ്വാസമൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തെക്കൻ കേരളത്തിൽ കോൺഗ്രസ് മത്സരിച്ച മിക്കവാറും സീറ്റുകളിലെല്ലാം അവർ തോറ്റിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഒരു ചാൻസ് എടുക്കാൻ കഴിയില്ല, തുടർഭരണം ഉറപ്പിക്കണം. അതുകൊണ്ട് തന്നെ വടക്കൻ കേരളത്തിലെ ഈ മുസ്ലിം വോട്ട് ബാങ്ക് പൂർണ്ണമായും UDFിനൊപ്പം നിൽക്കണമെങ്കിൽ ഇത്തരം ആളുകളെ ഒപ്പം ചേർത്ത് നിർത്തേണ്ടതിന്റെ ആവശ്യകതയുണ്ട് എന്നുള്ളത് ലീഗിന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് വെൽഫെയർ പാർട്ടിക്കും ലീഗിനും തമ്മിൽ പണ്ടുണ്ടായിരുന്ന ബന്ധമൊക്കെ പറഞ്ഞ് സാദിഖ് അലി തങ്ങൾ വലിയ പ്രസ്താവനയൊക്കെ നടത്തിയത്. അതിനുശേഷം ഇപ്പോഴിതാ പി വി അൻവറിനെ മുന്നണിയിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ മലബാർ മേഖല പൂർണ്ണമായും പിടിച്ചടക്കാൻ തീവ്ര ഇസ്ലാമിക നിലപാടുകാരെ കൂടി ഒപ്പം ചേർത്തുകൊണ്ട് മുസ്ലിം ലീഗ് UDFിനെ വിപുലീകരിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അവിടെ വെറും കാഴ്ചക്കാരായി കോൺഗ്രസ് നേതാക്കൾ നിൽക്കുന്നു. ഇതിൽ ഘടകകക്ഷികളുടെ പിന്തുണയും ലീഗിനുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം വെൽഫെയർ പാർട്ടിയെ UDFിലേക്ക് എത്തിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടത് CP ജോണിനെ പോലെയുള്ള മുതിർന്ന UDF നേതാക്കളാണ്. അതെ പ്രജിത്ത്, അതാണ് യഥാർത്ഥത്തിൽ പി വി അൻവറിനെ കൂടെ കൂട്ടുന്നതിലൂടെ മുസ്ലിം ലീഗ് ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ പാണക്കാട് നിന്നും ശിവദാസ് കന്മനം കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശിവദാസ്, ആ ദൃശ്യങ്ങൾ നോക്കൂ. പി വി അൻവറിനെ അങ്ങേയറ്റം സ്വാഗതം ചെയ്യുകയാണ് പാണക്കാട്. സാദിഖ് അലി പറഞ്ഞത് UDF ഈ വിഷയം ചർച്ച ചെയ്യും, പി വി അൻവറിന്റെ മുന്നണി പ്രവേശനം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് സാദിഖ് അലി തങ്ങൾ പറഞ്ഞത്. വലിയ പിന്തുണ പി വി അൻവറിന് കിട്ടുന്ന രാഷ്ട്രീയ സാഹചര്യം മലബാറിലെ. ശിവദാസ്. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. അല്പസമയം മുൻപാണ് പി വി അൻവർ MLA പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയുടെയും വീട്ടിൽ എത്തിയത്. ഇരുവരുമായും കൂടിക്കാഴ്ച നടത്തി. രണ്ടുപേരുടെയും വീടുകൾ ഏകദേശം അടുത്തടുത്താണ്. ആദ്യം പാണക്കാട് തങ്ങളുടെ വീട്ടിലാണ് പി വി അൻവർ MLA പോയത്. അതായത് കൃത്യമായ സൂചനകളാണ് ഇത് നൽകുന്നത്, കൃത്യമായ രാഷ്ട്രീയ സൂചനകൾ തന്നെയാണ് ഇത് നൽകുന്നത്. കാരണം പി വി അൻവർ MLA LDFിൽ നിന്ന് പുറത്തായി, അതിനുശേഷം എങ്ങോട്ട് എന്ന ചോദ്യം ഉയർന്നിരുന്നു. അദ്ദേഹം പിന്നീട് സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. പക്ഷേ അത് പരാജയമായി. DMK എന്ന സംഘടന രൂപീകരിച്ചെങ്കിലും അത് പരാജയമായി. അതിനുശേഷം അദ്ദേഹം തമിഴ്നാട്ടിലെ DMK നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കളുമായി ചർച്ച നടത്തി. പക്ഷേ ഇതെല്ലാം തന്നെ പരാജയമായി. ഒടുവിലാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലായപ്പോൾ UDFിലേക്ക് ചേക്കേറുക എന്നൊരു തന്ത്രം അദ്ദേഹം കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, കോൺഗ്രസും UDF ഇപ്പോൾ SDPI ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളെ
നേതാക്കളെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെയാണ് അവർ പലപ്പോഴും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നമുക്കറിയാം പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ അടക്കം അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത് പരിശോധിക്കേണ്ടത്. PV അൻവർ MLA ഇപ്പോൾ UDFിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായി തന്നെ വരും ദിവസങ്ങളിലും കൂടിക്കാഴ്ച നടത്തും. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും അതോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയെയും കണ്ടത്. അവർ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ കാര്യം PV അൻവറിനെ UDFിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം PV അൻവർ ഉയർത്തുന്ന നിലപാടുകളിൽ തങ്ങൾക്ക് യോജിപ്പുണ്ട് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മുൻപ് അദ്ദേഹം ഉയർത്തിയിരുന്ന അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുമ്പോഴൊന്നും തന്നെ UDFിൻ്റെ ആരും ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവും നടത്തിയിരുന്നില്ല. മാധ്യമങ്ങൾ അടക്കം ചോദിച്ചപ്പോൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് UDFിലേക്ക് PV അൻവർ പ്രവേശിക്കാനുള്ള ഒരു നീക്കം തുടങ്ങിയപ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ UDF നേതാക്കളുടെയും ഭാഗത്തു നിന്നും വരുന്നത്. കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗാണ് ഇതിന് പ്രധാനമായും ചുക്കാൻ പിടിക്കുന്നത്. പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ PV അൻവറിനെ UDFിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നത്. അതിന് നേതൃത്വം നൽകുന്നത് PK കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്. ഫോണിലടക്കം ഇതുമായി ബന്ധപ്പെട്ട് അവർ ചർച്ച നടത്തിയിരുന്നു. അല്പസമയം മുൻപ് കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലും ഇതുമായി ബന്ധപ്പെട്ട് PV അൻവർ റൂമിനുള്ളിൽ ഇരുന്ന് കൂടിക്കാഴ്ച നടത്തി. മലയോര മേഖലയിലെ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്തത് എന്ന് പറയുമ്പോഴും സ്വാഭാവികമായും ഈ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഇത് ഔദ്യോഗികമായ UDFിൻ്റെ യോഗത്തിലായിരിക്കും ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. പക്ഷേ ഇതിൽ നിന്നെല്ലാം തന്നെ കൃത്യമായ സൂചനകളാണ് നൽകുന്നത്. PV അൻവർ UDFിലേക്ക് പോകുന്നു എന്നത് തന്നെയാണ് കൃത്യമായ സൂചനകൾ. അത് മുസ്ലിം ലീഗിലേക്കാണോ കോൺഗ്രസിലേക്കാണോ പോകുന്നത് എന്നത് മാത്രമാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്. KPCC പ്രസിഡന്റിനെ ഉടൻ തന്നെ കാണും. ഏത് സമയമാണോ അദ്ദേഹത്തെ അവൈലബിളായി കിട്ടുന്നത് ആ സമയത്ത് തന്നെ അദ്ദേഹത്തെ പോയി കാണും എന്നാണ് PV അൻവർ അല്പസമയം. അതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. കോൺഗ്രസിലേക്കാണോ അതോ മുസ്ലിം ലീഗിലേക്കാണോ PV അൻവർ എത്തുക എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തയിലേക്ക്. UDFിൽ കോൺഗ്രസിനെ അപ്രസക്തമാക്കി മുസ്ലിം ലീഗിന്റെ വല്യേട്ടൻ കളി. സന്ദീപ് വാര്യർ മുതൽ PV അൻവർ വരെയുള്ളവരെ മുന്നണിയുടെ ഭാഗമാക്കുന്നതിൽ മുൻകൈയെടുത്തതും കാര്യങ്ങൾ തീരുമാനിക്കുന്നതും പാണക്കാട് നിന്നാണ്. അൻവറിന്റെ കാര്യത്തിൽ കടുത്ത നിലപാടെടുത്ത VD സതീശനും മലക്കം മറിയേണ്ട സാഹചര്യമുണ്ടായി. സമഗ്ര വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. പ്രജിത്ത്, UDFിൽ മുസ്ലിം ലീഗിന്റെ ഒരു മേധാവിത്വം അത് അങ്ങേയറ്റം പ്രകടമാകുന്ന നിമിഷങ്ങളിലൂടെയാണ് രാഷ്ട്രീയ കേരളം കടന്നുപോയിക്കൊണ്ടിരുന്നത്. നേരത്തെ രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ പിന്തുണ പാണക്കാട് നിന്ന് നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ UDFിലെ വല്യേട്ടനായി മുസ്ലിം ലീഗ് മാറുന്ന കാഴ്ചയല്ലേ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്? ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും മുസ്ലിം ലീഗ് തങ്ങളുടെ ക്ലെയിം UDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി ഏതെന്നുള്ള ക്ലെയിം കൂടുതൽ ശക്തമാക്കി, തങ്ങളുടെ നില ഭദ്രമാക്കി, ഒപ്പം തന്നെ കൂടുതൽ മന്ത്രിസഭയിലടക്കം കൂടുതൽ പ്രാതിനിധ്യം, ഉപമുഖ്യമന്ത്രി സ്ഥാനം പോലെയുള്ള ആവശ്യങ്ങൾ ഇവയൊക്കെ നേടിയെടുക്കാനുള്ള ഒരു ശക്തിപ്പെടുത്തലിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ലീഗ് അതിനുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വിജയിക്കുന്നതിന്റെ ഒരു പെർസെന്റേജും ഒക്കെ വെച്ച് നോക്കുമ്പോൾ തങ്ങളാണ് മുന്നണിയിൽ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ സംവിധാനം എന്നുള്ളതാണ് ലീഗിന്റെ ഒരു നിലപാട്. കോൺഗ്രസിന് പലയിടങ്ങളിലും കാര്യമായി വിജയിക്കാൻ കഴിയാത്തത്, നേട്ടമുണ്ടാക്കാൻ കഴിയാത്തത്, പലപ്പോഴും മുസ്ലിം ലീഗിന്റെ വോട്ട് വാങ്ങി കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം ജയിച്ചു കയറേണ്ട അവസ്ഥ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ മുസ്ലിം ലീഗ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇപ്പോൾ വയനാട്ടിലെ വിജയമടക്കമുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായ ആരുടെ വോട്ട് കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ ജയിച്ചു കയറിയത് എന്നുള്ള കാര്യമടക്കം ലീഗ് ഇക്കാര്യത്തിലൊക്കെയുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ വളരെ കരുത്തരായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ ശക്തി ആർജിക്കാൻ വേണ്ടി UDFിലെ തീരുമാനങ്ങൾ പോലും എടുക്കുന്ന നിലയിലേക്ക് ലീഗ് മാറുന്നത്. കൃത്യമായി ലീഗ് പറഞ്ഞു വെക്കുന്നു, തങ്ങളാണ് ഇക്കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത്. മുന്നണിയിലേക്ക് ആര് വരുന്നു, ആര് പോകുന്നു, അല്ലെങ്കിൽ ഇനി പോയ ആരെയൊക്കെ തിരിച്ചു കൊണ്ടുവരണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തീരുമാനം എടുക്കുന്നത് ലീഗാണ് എന്നുള്ളത് കൂടി ലീഗ് കാണിക്കുകയാണ്, പ്രകടമാക്കുകയാണ്. UDFിൽ മുസ്ലിം ലീഗിന്റെ വലിയൊരു മേധാവിത്വം അത് കൈവരികയാണ്. MLA PV അൻവർ UDFിലേക്കെന്ന സൂചന നൽകി കൺവീനർ MM ഹസൻ. അൻവർ താൽപര്യമറിയിച്ചാൽ വിഷയം മുന്നണി ചർച്ച ചെയ്യും. മുന്നണിയിലെ ഏതെങ്കിലും കക്ഷി ആവശ്യപ്പെട്ടാലും ഇക്കാര്യം ചർച്ച ചെയ്യും. ഒരു കുറ്റവാളി എന്ന പോലെ അൻവറിന്റെ വീട് വളഞ്ഞ് പിടികൂടിയതിൽ UDFിന് പ്രതിഷേധമുണ്ടെന്നും MM ഹസൻ ആലപ്പുഴയിൽ പറഞ്ഞു. രാത്രി അയാളെ വീട് വളഞ്ഞ് ഭീകരവാദിയെ പോലെ അയാളെ അറസ്റ്റ് ചെയ്തതിൽ ഞങ്ങൾക്കുള്ള ശക്തമായ പ്രതിഷേധം.
അദ്ദേഹം സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ ഔദ്യോഗികമായി UDF നേതൃത്വത്തോട് അറിയിക്കണം. ഞങ്ങൾ UDF യോഗം കൂടുമ്പോൾ അത് ആലോചിക്കും. ഒന്നും നടന്നിട്ടില്ല. ഒരു ചർച്ചയും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നോ UDFിൽ നിന്നോ അൻവറിനോട് ആരും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. നേപ്പാൾ ടിബറ്റ് അതിർത്തിയിലുണ്ടായ ഭൂചലനത്തിൽ മരണം 50 കടന്നു. നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടത്. നേപ്പാളിലെ 6 മേഖലകളിൽ ഭൂചലനമുണ്ടായി. ഭൂചലനത്തിന്റെ സ്വാധീന ഫലത്താൽ ഭാരതത്തിലെ വിവിധ മേഖലകളിലും ഭൂചലനമുണ്ടായി. അസമിലെ ദിമ ഹസവോയിലെ ഖനി അപകടത്തിൽ രക്ഷാപ്രവർത്തനം സൈന്യം ഏറ്റെടുത്തു. കൽക്കരി ഖനിയിൽ വെള്ളം നിറഞ്ഞ് 20ഓളം തൊഴിലാളികൾ കുടുങ്ങുകയായിരുന്നു. ദേശീയ ദുരന്ത നിവാരണ സേനയും ഇന്ത്യൻ ആർമിയും സംയുക്തമായാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ആം ആദ്മി സർക്കാരിനെതിരെ ഡൽഹി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് നടപടികളിൽ ആം ആദ്മി സർക്കാർ അനാവശ്യമായി ഇടപെടുന്നു എന്നാരോപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി. മുഖ്യമന്ത്രി അനാവശ്യമായി വിളിച്ചു വരുത്തിയെന്നും പരാതി. നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി കമ്മീഷൻ അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. വാർത്തയുടെ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഡൽഹിയിൽ ആം ആദ്മിയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വോട്ടർ പട്ടികയിൽ നിന്നും അനർഹരായ നിരവധി പേരെ ഒഴിവാക്കുന്ന പ്രവൃത്തികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇതുമായി ബന്ധപ്പെട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അനാവശ്യമായി സമ്മർദ്ദത്തിലാക്കുന്ന ഒരു നടപടി ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഉയരുന്ന പരാതി? നിലമ ഇന്ന് അല്പസമയത്തിനകം തന്നെ ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താനിരിക്കുകയാണ്. അതിന് തൊട്ടു മുൻപായാണ് ഇത്തരത്തിലൊരു ഗുരുതരമായ പരാതി ഡൽഹി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹിയിലെ ആം ആദ്മി സർക്കാരിനെതിരെ ഉയർത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ആം ആദ്മി സർക്കാർ, ആം ആദ്മി നേതാക്കൾ അനാവശ്യമായ ഇടപെടൽ നടത്തുന്നു എന്നുള്ളതാണ് ഡൽഹി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുള്ള കത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. നിരവധി പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ടുകൊണ്ട് ഡൽഹിയിൽ നടത്തിവരികയാണ്. നിലമ ചൂണ്ടിക്കാട്ടിയതുപോലെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിട്ടുള്ള ക്രമക്കേടുകൾ, ഇരട്ട പേരുകൾ വോട്ടർ പട്ടികയിലുള്ളത് ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടികൾ, അത്തരത്തിലുള്ള നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തി വരുമ്പോഴാണ് ഇത്തരത്തിൽ അനാവശ്യമായ ഇടപെടൽ ഡൽഹിയിൽ ആം ആദ്മി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനാവശ്യമായി വിളിച്ചു വരുത്തിയെന്ന ആരോപണം കൂടി കത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ മറ്റൊരു വസ്തുത. എന്താണ് കാര്യം അല്ലെങ്കിൽ എന്താണ് അജണ്ട എന്നുള്ളത് വ്യക്തമാക്കാതെ അനാവശ്യമായി ഡൽഹി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിളിച്ചു വരുത്തി എന്നുള്ള കാര്യം കൂടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുള്ള കത്തിൽ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപ്പം ജില്ലാ വരണാധികാരികളുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള പരാതി ഡൽഹി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആം ആദ്മി നേതാക്കൾ തെരഞ്ഞെടുപ്പ് നടപടികൾ ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ആം ആദ്മി നേതാക്കൾ അനധികൃതമായി അനാവശ്യമായി ഇടപെടൽ നടത്തുന്നു എന്ന പരാതി ജില്ലാ വരണാധികാരികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കത്ത് ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുള്ളത്. അതിന്മേൽ എന്ത് പ്രതികരണം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തും. കഴിഞ്ഞ തവണ 2020 ഫെബ്രുവരി 8-നായിരുന്നു വോട്ടെടുപ്പ് നടന്നത്. ഇത്തവണയും ജനുവരി അവസാനം ഫെബ്രുവരി ആദ്യവാരമായി തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളത് തന്നെയാണ്. ഒറ്റഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തും എന്നുള്ളത് തന്നെയാണ് നിലവിൽ ലഭ്യമാകുന്ന സൂചനകൾ. 2020 70 അംഗ നിയമസഭയിൽ 62 സീറ്റുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു ആം ആദ്മി സർക്കാർ അധികാരത്തിലേറിയത്. 8 സീറ്റുകൾ BJPക്ക് നേടാൻ സാധിച്ചു. കോൺഗ്രസിന് മുൻപ് ഡൽഹി ഭരിച്ചിരുന്ന കോൺഗ്രസിന് ഒരു സീറ്റ് പോലും കഴിഞ്ഞ തവണ നേടാൻ സാധിച്ചിട്ടില്ല. ഇത്തവണ പ്രചാരണ രംഗം കൂടി ഒന്ന് പരിശോധിക്കുമ്പോൾ രൂക്ഷമായ വിമർശനമാണ് ആം ആദ്മി സർക്കാരിനെതിരെ BJPയും ഒരുപോലെ കോൺഗ്രസും ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. കാരണം പ്രതിപക്ഷ കൂട്ടായ്മ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നേരത്തെ രൂപീകരിച്ചിരുന്ന പ്രതിപക്ഷ കൂട്ടായ്മ ഇന്ത്യ മുന്നണി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ തെരഞ്ഞെടുപ്പ് അഴിമതി സംഘത്തെ പുറത്താക്കാനുള്ള ജനങ്ങൾക്കുള്ള അവസരമാണ് എന്ന പ്രഖ്യാപനമാണ്
BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉയർത്തിയിട്ടുള്ള അത്തരത്തിലൊരു മുദ്രാവാക്യവും പാട്ടും പ്രചരണ ഗീതവും BJP പുറത്തിറക്കിയിട്ടുണ്ട്. ഇതൊരു അവസരമാണ് കൊള്ളസംഘത്തെ പുറത്താക്കാനുള്ള എന്നുള്ള ഒരു മുദ്രാവാക്യത്തോടു കൂടിയാണ് ഡൽഹി തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ BJP ശക്തമാക്കുന്നത്. കുടിവെള്ളം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ജനങ്ങൾക്ക് നൽകാതെ നികുതി പണം കൊള്ളയടിക്കുന്ന സർക്കാരാണ് ആം ആദ്മി എന്ന പ്രചാരണം BJP നേതാക്കൾ നടത്തുന്നു. മറുവശത്താകട്ടെ കഴിഞ്ഞ തവണത്തേക്കാൾ 70-62 സീറ്റുകളാണ് കഴിഞ്ഞ തവണ ആം ആദ്മി നേടിയത്. അതിൽ കൂടുതൽ ഭൂരിപക്ഷത്തിൽ അധികാരം നിലനിർത്തുമെന്ന പ്രഖ്യാപനമാണ് ആം ആദ്മി നേതാക്കൾ നടത്തുന്നത്. കോൺഗ്രസും ഇത്തവണ പ്രചാരണ രംഗം ശക്തമാക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണി എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്. പണം ഒഴുക്കിക്കൊണ്ടാണ്, അഴിമതി പണം ഒഴുക്കിക്കൊണ്ടാണ് ആം ആദ്മി വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നത് എന്ന ഗുരുതരമായ ആരോപണം ഇതിനോടകം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉയർത്തിയിട്ടുണ്ട്. അത്തരത്തിൽ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ നിറഞ്ഞുകൊണ്ട് പ്രചാരണ രംഗം ചൂടുപിടിക്കുകയാണ്. ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തും. അതിനിടയിലാണ് ആം ആദ്മി സർക്കാർ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നു എന്ന പരാതി സംസ്ഥാന തെരഞ്ഞെടുപ്പ് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ആം ആദ്മി പാർട്ടിക്കെതിരെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി 2 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കും. ജിഷ്ണു കൃഷ്ണനാണ് സമഗ്ര വിവരങ്ങൾ പങ്കുവച്ചത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നവമാധ്യമങ്ങളിൽ സജീവമായി BJP മുൻ വക്താവ് നൂപുർ ശർമ്മ. ഡൽഹിയുടെ സമഗ്ര വികസനത്തിന് AAP സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണമെന്ന് നൂപുറിന്റെ ആഹ്വാനം. സജീവ രാഷ്ട്രീയത്തിലേക്ക് ഉടൻ മടങ്ങുമെന്ന സൂചനയാണ് നൂപുർ ശർമ്മ നൽകുന്നത്. ഡൽഹിയിലെ AAP സർക്കാരിനെതിരെയുള്ള പോസ്റ്ററാണ് നുപുർ ശർമ്മ എക്സിൽ പോസ്റ്റ് ചെയ്തത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗത്ത് താൻ ഉണ്ടാകുമെന്ന സന്ദേശം നൽകുകയാണ് നുപുർ. അടുത്തിടെ വിവിധ ദേശീയ പ്രസ്ഥാനങ്ങളുടെ വേദികളിൽ നുപുർ ശർമ്മ എത്തിയിരുന്നു. 2015 ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ BJP സ്ഥാനാർത്ഥിയാക്കിയത് തീപ്പൊരി നേതാവ് നുപുർ ശർമ്മയാണ്. തൊട്ട് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്തായിരുന്ന BJP നുപുറിലൂടെ 2ാമതെത്തി. 30-ാം വയസ്സിലാണ് നുപുർ ശർമ്മ അരവിന്ദ് കെജ്രിവാളിനെതിരെ മത്സരിച്ചത്. ചാനൽ ചർച്ചയിൽ ഖുറാൻ വിരുദ്ധ പരാമർശം നടത്തിയെന്നാരോപിച്ച് നുപുർ ശർമ്മയെ BJP ദേശീയ വക്താവ് സ്ഥാനത്ത് നിന്നും നീക്കിയിരുന്നു. ചർച്ചയിൽ തസ്ലീമ റഹ്മാനി എന്ന മുസ്ലിം മതപണ്ഡിതൻ ശിവലിംഗ ആരാധനയെ തുടർച്ചയായി അപമാനിച്ചപ്പോൾ അതിനെ ഖുറാൻ ഉദ്ധരിച്ച് മറുപടി നൽകുക മാത്രമാണ് നുപുർ ചെയ്തത്. 2022 ജൂൺ 22-നാണ് നുപുർ ശർമ്മയെ പാർട്ടി സസ്പെൻഡ് ചെയ്തത്. ABVP-യിലൂടെ സംഘടനാ രംഗത്തെത്തിയ നുപുർ BJP ഡൽഹി ഘടകത്തിന്റെ വക്താവും പിന്നീട് ദേശീയ വക്താവുമായി പ്രവർത്തിച്ചു. ജനം, ഡൽഹി. കർണാടക ട്രാൻസ്പോർട്ട് ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം. യുവാവ് നടക്കാവ് പോലീസിന്റെ പിടിയിലായി. മലപ്പുറം ഈശ്വരമംഗലം സ്വദേശി മുസ്തഫയാണ് പിടിയിലായത്. എടപ്പാളിനും കോഴിക്കോടിനുമിടയിൽ വെച്ച് മോശം രീതിയിൽ പെരുമാറിയെന്നാണ് പരാതി. കോട്ടയം സ്വദേശിയായ പെൺകുട്ടിക്ക് നേരെ ഇന്ന് പുലർച്ചെയായിരുന്നു ഇയാളുടെ അതിക്രമം. ബസ് കോഴിക്കോട് എത്തിയപ്പോൾ പെൺകുട്ടി പരാതിപ്പെടുകയായിരുന്നു. നടി ഹണി റോസിനെതിരായ സൈബർ ആക്രമണത്തിൽ നടപടി കടുപ്പിച്ചു പോലീസ്. പരാതിയിൽ താരത്തിന്റെ മൊഴി രേഖപ്പെടുത്തി. ഇന്നലെ സെൻട്രൽ സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് മൊഴി നൽകിയത്. മോശം കമന്റിടുന്നവർക്കെതിരെ ഉടൻ കേസെടുക്കും. കൂടുതൽ അറസ്റ്റുണ്ടാകാനും സാധ്യത. മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾക്ക് താഴെ പോസ്റ്റിട്ടവർക്കെതിരെയും താരം മൊഴി നൽകി. കൂടാതെ തെളിവുകളെന്ന രീതിയിൽ സ്ക്രീൻഷോട്ടുകളും പോലീസിന് കൈമാറി. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ നടപടി. കോളേജ് പ്രിൻസിപ്പൽ N. അബ്ദുൽ സലാമിനെയും സൈക്യാട്രി അധ്യാപകൻ സജിയെയും സസ്പെൻഡ് ചെയ്തു. പ്രാഥമിക അന്വേഷണത്തിൽ വീഴ്ച കണ്ടെത്തിയ സാഹചര്യത്തിലാണ് അന്വേഷണ വിധേയമായ സസ്പെൻഷനെന്ന് SME ഡയറക്ടർ അറിയിച്ചു. അതേസമയം അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണം എന്നാവശ്യപ്പെട്ട് സമരപ്രക്ഷോഭങ്ങൾ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ABVP. ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻസ് CEO മുഹമ്മദ് ഷുഹൈബ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയാൻ മാറ്റി. ഈ മാസം 9-നാണ് വിധി പറയുക. ഇന്നലെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് കേസ് ഡയറി ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. കേസ് ഡയറി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ജാമ്യ ഹർജിയിൽ വിധി പറയുക. അതേസമയം മുഹമ്മദ് ഷുഹൈബ് ഇപ്പോഴും ഒളിവിലാണ്. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ വികസിപ്പിച്ച ഭാരത് പോൾ പോർട്ടൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഡൽഹിയിൽ പ്രകാശനം ചെയ്തു.
അന്താരാഷ്ട്ര തലത്തിലുള്ള കുറ്റാന്വേഷണങ്ങൾക്ക് ഭാരത് പോർട്ടൽ കൂടുതൽ സഹായിക്കുമെന്ന് അമിത്ഷാ പറഞ്ഞു. രാജ്യത്തെ എല്ലാ ഏജൻസികൾക്കും സംസ്ഥാന പോലീസിനും പുതിയ പോർട്ടലിലൂടെ ഇന്റർപോളുമായി എളുപ്പത്തിൽ ബന്ധപ്പെടാൻ കഴിയും. ഇത് കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കാനും അന്വേഷണം കാര്യക്ഷമമാക്കാനും ഉപകരിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാട്ടി. भारत पोल हमारे देश के अंतर्राष्ट्रीय इन्वेस्टिगेशन को एक अलग युग में ले जाने वाली एक शुरुआत है. एक प्रकार से अब तक इंटरपोल के साथ काम करने के लिए एक ही एजेंसी नामित थी, सीबीआई. मगर भारत पोल की संरचना होने के साथ भारत की हर एजेंसी, हर राज्य की पुलिस अपने आप को बहुत सरलता के साथ इंटरपोल के साथ कनेक्ट कर पाएगी और सीधा गति अपने इन्वेस्टिगेशन को देने में उनको बहुत सहायता होगी. एजेंसी तो बाद में भी सीबीआई ही रहेगी, परंतु इस तकनीक के आधार पर खड़ी की गई व्यवस्था के माध्यम से ढेर सारी दूरियों को हम मिटा पाएंगे, ढेर सारी सूचनाओं को हम प्राप्त कर पाएंगे और सटीकता के साथ अनेक प्रकार के दुनिया के क्राइम का विश्लेषण कर हमारे यहाँ क्राइम होने से पहले इसको रोकने की संरचना भी खड़ी कर पाएंगे. ഇനി ശബരിമല വിശേഷങ്ങളിലേക്കാണ്. ശരണമെന്റെ അയ്യപ്പ. പവർഡ് ബൈ അഴകുള്ള മുടിക്ക് വേണം ടോട്ടൽ കെയർ ഫ്രം എവിഎ കോട്ടക്കൽ ആയുർവേദ. ശരിയായ ആയുർവേദം, ശരിയായ ഫലപ്രാപ്തി. കോ പവർഡ് ബൈ ഇനി എന്നും നിങ്ങളുടെ പ്രഭാത ഭക്ഷണം BKD സ്റ്റീം പുട്ടുപൊടി, റിച്ച് ആൻഡ് സോഫ്റ്റ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. ഗോൾഡ്, ഡയമണ്ട്, ജെംസ്. ആതുര സേവന രംഗത്ത് സമർപ്പിത സേവനത്തിന്റെ 50 വർഷങ്ങൾ. ഭാരത് ഹോസ് ഇൻ അസോസിയേഷൻ വിത്ത് മകരജ്യോതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, പൂനെ, മഹാരാഷ്ട്ര. ഇനി നമ്മുടെ വീട്ടിൽ ഉദയഭാരത് കലണ്ടർ തന്നെ. രാംരാജിനറിയാം മലയാളക്കര. ശബരിമല സന്നിധാനത്ത് ഭക്തജനത്തിരക്ക് തുടരുന്നു. കഴിഞ്ഞ ദിവസം ദർശനത്തിനെത്തിയത് 1 ലക്ഷത്തിലധികം അയ്യപ്പ ഭക്തരാണ്. ജനുവരി 14-നാണ് മകരവിളക്ക്. മകരവിളക്കിന് മുന്നോടിയായി 12, 13, 14 ദിവസങ്ങളിൽ വെർച്വൽ ക്യൂവും സ്പോട്ട് ബുക്കിംഗും നിയന്ത്രിക്കാനാണ് ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും തീരുമാനം. മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി ശബരിമലയിലെത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണം 1,00,000 കടക്കുകയാണ്. ഇന്നലെ ദർശനം നടത്തിയത് 1,02,916 ഭക്തരാണ്. 25,449 പേർ സ്പോട്ട് ബുക്കിങ്ങിലൂടെയും 5,396 പേർ പുൽമേട് വഴിയും ദർശനത്തിനെത്തി. ഇന്ന് രാവിലെ മുതലും വലിയ ഭക്തജന തിരക്ക് തുടരുകയാണ്. മകരവിളക്കിന് മുന്നോടിയായി നിയന്ത്രണങ്ങൾ ശക്തമാക്കാനാണ് പോലീസിന്റെയും ദേവസ്വത്തിന്റെയും തീരുമാനം. ജനുവരി 12 മുതൽ സ്പോട്ട് ബുക്കിങ്ങിലും വെർച്വൽ ക്യൂവിലും നിയന്ത്രണമുണ്ടാകും. വെർച്വൽ ക്യൂ 70,000-ൽ നിന്നും 40,000-ആക്കിയും സ്പോട്ട് ബുക്കിംഗ് 10,000-ൽ നിന്നും 5,000-ആക്കിയും നിജപ്പെടുത്താനാണ് നിലവിൽ ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ജനം സന്നിധാനം. അഭിഷേകപ്രിയനായ അയ്യപ്പസ്വാമിയുടെ മുൻപിൽ പുഷ്പങ്ങൾ കൊണ്ട് അഭിഷേകമൊരുക്കുകയാണ് അയ്യപ്പ ഭക്തർ. തെറ്റിയും തുളസിയും റോസയും എല്ലാം ഭഗവാന്റെ അഭിഷേകത്തിനായി ഒരുക്കുകയാണ്. നെയ്യഭിഷേകവും കളഭാഭിഷേകവും പോലെ അയ്യപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകളിലൊന്ന് പുഷ്പാഭിഷേകമാണെന്നാണ് വിശ്വാസം. അരളി, താമര, ജമന്തി തുടങ്ങി 8 ഇനം പൂക്കളാണ് അഭിഷേകത്തിന് ഉപയോഗിക്കുന്നത്. ദീപാരാധന കഴിഞ്ഞ് 7 മണിയോടെ പുഷ്പാഭിഷേകം തുടങ്ങും. അത്താഴ പൂജയ്ക്ക് തൊട്ടു മുൻപ് വരെ അഭിഷേകം തുടരും. നിരവധി ഭക്തരാണ് അയ്യന് പുഷ്പാഭിഷേക വഴിപാടുമായി ശബരീശ സന്നിധിയിലെത്തുന്നത്. അയ്യപ്പന് പൂക്കൾ അർപ്പിക്കുന്നതിലൂടെ ആഗ്രഹ സാഫല്യമുണ്ടാകുമെന്നാണ് ഭക്തരുടെ വിശ്വാസം.
ശബരിമലയിലെ ഒരു പ്രത്യേക വഴിപാട് തന്നെയാണ് പുഷ്പാഭിഷേകം. ഭക്തജനങ്ങൾക്ക് സമർപ്പിക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു വഴിപാടാണ് പുഷ്പാഭിഷേകം. പടുപൂജ മുതലായ കാര്യങ്ങളൊക്കെ ഒരുപാട് നാളത്തെ ബുക്കിങ്ങിന് ശേഷമേ കിട്ടുകയുള്ളൂ. പുഷ്പാഭിഷേകം നമുക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു വഴിപാട് തന്നെയാണ്. അതുകൊണ്ട് ഒരുപാട് ജനങ്ങൾ എന്തെങ്കിലും ഒരു വഴിപാട് ഭഗവാന് നടത്തണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി വരുന്നതാണ്. അപ്പോൾ ഈ പുഷ്പാഭിഷേകം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. ഭഗവാൻ ഇഷ്ടപ്പെട്ട ഒരു അഭിഷേകം തന്നെയാണ് പുഷ്പാഭിഷേകം. പുഷ്പം കൊണ്ട് വിവിധ തരത്തിലുള്ള 8 തരം പുഷ്പങ്ങൾ കൊണ്ട് അഭിഷേകം നടത്തി കർപ്പൂര ദീപാരാധന നടത്തുന്ന ഒരു മഹത്തായ ഒരു വഴിപാട് തന്നെയാണ്. 12,500 രൂപയാണ് വഴിപാട് നിരക്ക്. വഴിപാട് നടത്തുന്ന ഭക്തർക്കായി കൂടകളിൽ പൂവും ഖാരവും ലഭിക്കും. ഇതുമായി ശ്രീകോവിലിന് മുന്നിലെത്തി തിരക്ക് കൂടാതെ അഭിഷേക ദർശനം നടത്താം. മണ്ഡലകാലത്തിന് പുറമെ മാസപൂജയ്ക്കും പുഷ്പാഭിഷേകമുണ്ടാകും. പൂക്കളോടൊപ്പം ഏലക്കമാല, രാമച്ചമാല, കിരീടം എന്നിവയും ഭക്തർക്ക് സമർപ്പിക്കാവുന്നതാണ്. ജനം സന്നിധാനം. വിവിധ ഭാഷകളുടെ പ്രചാരണത്തിന്റെ ഭാഗമായി കുസാറ്റിൽ ഭാഷാ സംഗമം പരിപാടി സംഘടിപ്പിച്ചു. ഭാരതീയ ഭാഷാ സമിതിയുടെയും വിദ്യാഭ്യാസ വികാസ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിലായിരുന്നു പരിപാടി. ഭാഷാ വൈവിധ്യവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ സെമിനാറും നടന്നു. കലാലയാങ്കണത്തിൽ വിവിധ ഭാഷകളുടെ സംഗമം മാതൃഭാഷയോടുള്ള പൗരന്റെ കടമ വിളിച്ചോതുന്നതായിരുന്നു കുസാറ്റിൽ നടന്ന ഭാരതീയ ഭാഷാ സംഗമം എന്ന പരിപാടി. ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ അവിഭാജ്യ ഘടകമായ ഭാഷാ വൈവിധ്യത്തെ പര്യവേക്ഷണം ചെയ്യുന്നതിനും പ്രചരിപ്പിക്കുന്നതിന്റെയും ഭാഗമായാണ് ഭാരതീയ ഭാഷാ സെമിനാർ കുസാറ്റിൽ സംഘടിപ്പിച്ചത്. ഭാരതീയ ഭാഷാ സമിതിയുടെയും വിദ്യാഭ്യാസ വികാസ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിലായിരുന്നു പരിപാടി. കുട്ടികളുടെ ഉള്ളിൽ നമ്മുടെ സ്വത്വത്തെ പ്രകടിപ്പിക്കാനുള്ള ഒരു ആത്മവിശ്വാസം ജനിപ്പിക്കുക, ആ രീതിയിലാണ് ഭാഷാ ഉത്സവങ്ങളും ഭാഷാ സംഗമങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ആരംഭിച്ച ഭാഷാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ 11 മുതൽ ഈ സർവകലാശാലയിൽ വ്യത്യസ്ത കുട്ടികളുടെ അവരുടെ ഭാഷയിലെ, കലയിലെ, വ്യത്യസ്ത അക്കാദമിക് രംഗത്തുള്ള വിവിധ മത്സരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഉത്സവം, ഒരു ദിവസത്തിന് പകരം ഒരു നീണ്ട ഉത്സവം, ഒരു കേരളത്തിലെ ക്രിസ്മസ് കാലം ഒരു ഉത്സവമായിട്ടാണ് ഈ ക്യാമ്പസിൽ നടത്തിയത്. ഈ സാങ്കേതിക സർവകലാശാലയെ ഭാഷയുമായിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് നടക്കുന്നത്. അതിലൂടെ വിവിധ ഭാഷാ സമൂഹത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെയും അവർക്ക് ഭാഷയുടെ ഏകാത്മത അനുഭവപ്പെടാൻ സാധിക്കുക. ഭാഷയെ കൊണ്ടുവരുമ്പോൾ സംസ്കാരവും നമ്മുടെ വേഷവിധാനങ്ങളെല്ലാം കൊണ്ടുവരുന്ന ഒരു വലിയ അന്തരീക്ഷം, ഒരു ഉത്സവം, അതിൻ്റെ സംഗമമായിരുന്നു ഇവിടെ നടന്നത്. ഭാഷ ജീവിതം സുന്ദരമാക്കാൻ ശാസ്ത്ര പഠനം, മാതൃഭാഷയിൽ തുടങ്ങിയ വിഷയങ്ങളും സെമിനാറിൽ അവതരിപ്പിക്കപ്പെട്ടു. ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു ക്യാമ്പസാണിത്. ഈ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഈ ക്യാമ്പസിൽ നമ്മൾ പറയുന്നത് പോലെ നാനാത്വത്തിൽ ഏകത്വം, ആ ഒരു ഏകത്വം തീർച്ചയായിട്ടും ഈ സെമിനാറിലൂടെ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഭാരതീയ ഭാഷകളുടെ പ്രാധാന്യം എന്താണെന്ന് വരും തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് ഒരു അവബോധം ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ഈ സെമിനാറിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. വിവിധ ഭാഷകൾ സംസാരിക്കുന്ന കുസാറ്റിലെ വിദ്യാർത്ഥികൾക്കും ഏറെ പ്രയോജനകരമായിരുന്നു ഭാഷാ സംഗമം. തീർച്ചയായും ഞങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇപ്പോൾ നമ്മളുടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഏകദേശം 15ഓളം ഭാഷകൾ സംസാരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അത്തരത്തിൽ പല ഭാഷകളിൽ ഇന്ത്യയിലുടനീളമുള്ള ഒരുപാട് ആളുകൾ പരസ്പരം ചിന്തകൾ കൈമാറാനുള്ള ഒരു വേദിയായിട്ട് ഇത്തരത്തിലുള്ള സെമിനാറുകൾ മാറും. അത് ഞങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഉപകരിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജനം, കൊച്ചി. HMP വൈറസിൽ കേന്ദ്ര നിർദ്ദേശപ്രകാരം മുൻകരുതൽ ശക്തമാക്കി കേരളം. ഗർഭിണികൾ, പ്രായമുള്ളവർ, ഗുരുതര രോഗമുള്ളവർ എന്നിവർ മാസ്ക് ധരിക്കാൻ നിർദ്ദേശം. ആരോഗ്യ വിദഗ്ധരുടെ നേതൃത്വത്തിൽ നിരീക്ഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം HMV വൈറസിനെതിരെ ജാഗ്രത കർശനമാക്കുകയാണ് കേരളം. വായുവിലൂടെ പകരുന്ന രോഗമായതിനാൽ കുട്ടികളും ഗർഭിണികളും നിർബന്ധമായും മാസ്ക് ഉപയോഗിക്കണമെന്നതാണ് പ്രധാന നിർദ്ദേശം. അനാവശ്യമായി ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കുക. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും തൂവാല ഉപയോഗിച്ച് വായും മൂക്കും മറയ്ക്കണം. മുറികളിൽ ശരിയായ വായുസഞ്ചാരം ഉറപ്പാക്കുക. പ്രമേഹവും രക്തസമ്മർദ്ദവും നിയന്ത്രണ വിധേയമാക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും വേഗം ചികിത്സ തേടുക എന്നിവയാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശം. ആരോഗ്യ വിദഗ്ധരുടെ നേതൃത്വത്തിൽ നിരീക്ഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും ആരോഗ്യവകുപ്പ് അറിയിച്ചു. മറ്റു വൈറസുകൾ കേരളത്തിൽ അതിവേഗം സ്ഥിരീകരിച്ച സാഹചര്യമുള്ളതിനാൽ മുൻകരുതൽ കൃത്യമായി പാലിക്കണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം. ജനം, തിരുവനന്തപുരം. ചീഫ് സെക്രട്ടറിക്ക് വീണ്ടും കത്ത് നൽകി N. പ്രശാന്ത് IAS. സസ്പെൻഷന് ആധാരമായ ഡിജിറ്റൽ തെളിവുകൾ നൽകണമെന്നാണ് ആവശ്യം. ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കാമെന്ന് സസ്പെൻഷൻ ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു.
സസ്പെൻഷൻ ആധാരമായി കാണിച്ച ഡിജിറ്റൽ തെളിവുകൾ നൽകണമെന്നാവശ്യപ്പെട്ടാണ് എൻ പ്രശാന്ത് IAS വീണ്ടും ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചത്. തനിക്കെതിരായ നടപടിക്ക് കാരണമായ തെളിവുകളും രേഖകളും പരിശോധിക്കാൻ അവകാശമുണ്ടെന്നാണ് പ്രശാന്തിന്റെ വാദം. ഈ രേഖകൾ എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാമെന്ന സസ്പെൻഷൻ ഉത്തരവിലുണ്ടെന്നും പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. സസ്പെൻഷൻ ഓർഡറിൽ പറഞ്ഞ കാര്യം പാലിക്കാതിരിക്കുന്നത് തെറ്റായ നിലപാടാണ്. അന്വേഷണ കമ്മീഷന് മുന്നിൽ തന്റെ വാദം ഉന്നയിക്കുന്നതിനും ഇത് തടസ്സം സൃഷ്ടിക്കും. രേഖകളും തെളിവുകളും നൽകാത്തത് എവിഡൻസ് ആക്ടിന് വിരുദ്ധമാണെന്നും പ്രശാന്ത് പറയുന്നു. കാശിനാഥ് ദീക്ഷിത് വേഴ്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഭഗവത് റാം വേഴ്സസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തുടങ്ങിയ കേസുകളും ശ്രദ്ധയിൽപ്പെടുത്തിയാണ് പ്രശാന്തിന്റെ കത്ത്. ഡിജിറ്റൽ തെളിവുകൾ പുറത്തുവിടാത്തത് തനിക്കെതിരെ രേഖകൾ നൽകിയ വ്യക്തിയുടെ പേര് പുറത്തുവരുമെന്ന് ഭയന്നിട്ടാണെന്ന പരിഹാസവും എൻ പ്രശാന്തിന്റെ കത്തിലുണ്ട്. സസ്പെൻഷൻ നേരിട്ടതിന് പിന്നാലെ അസാധാരണ നീക്കങ്ങളുമായി കളം നിറയുകയാണ് പ്രശാന്ത്. ചാർജ് മെമ്മോ നൽകിയ ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം ചോദിച്ചായിരുന്നു ആദ്യ തിരിച്ചടി. 7 ചോദ്യങ്ങൾക്ക് ചീഫ് സെക്രട്ടറി മറുപടി നൽകിയാൽ ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകാമെന്നായിരുന്നു പ്രശാന്തിന്റെ നിലപാട്. കൃത്രിമ രേഖയുണ്ടാക്കിയതിന് ജയതിലകത്തിനെതിരെ കേസെടുക്കാത്തതിൽ വക്കീൽ നോട്ടീസും ചീഫ് സെക്രട്ടറിക്ക് അയച്ചിരുന്നു. ജനം, തിരുവനന്തപുരം. എറണാകുളം ചോറ്റാനിക്കരയിൽ പൂട്ടിക്കിടന്ന വീടിനുള്ളിൽ നിന്നും മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. വീട്ടുടമസ്ഥനായ ഡോക്ടറുടെ മൊഴി ശേഖരിക്കും. അസ്ഥികൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ടാണ് ചോറ്റാനിക്കര എരുവേലിയിലെ മംഗലശ്ശേരി എന്ന വീട്ടിൽ നിന്നും അസ്ഥികൾ കണ്ടെത്തിയത്. 25 വർഷത്തിലധികമായി പൂട്ടിക്കിടന്ന വീടാണിത്. ഇവിടം സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകുന്നെന്ന പരാതിയിൽ വാർഡ് മെമ്പറുടെ ആവശ്യപ്രകാരം പോലീസ് നടത്തിയ പരിശോധനയിലാണ് അസ്ഥികൾ കണ്ടെത്തിയത്. ഫ്രിഡ്ജിൽ 3 കവറുകളിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു അസ്ഥികൾ. തലയോട്ടിയും നട്ടെല്ലും ചെറു അസ്ഥികളും കൂട്ടത്തിലുണ്ട്. ഡോക്ടർ ഫിലിപ്പ് ജോണിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വീട്. ഇദ്ദേഹം വർഷങ്ങളായി കൊച്ചിയിലാണ് താമസിക്കുന്നത്. വീട്ടിൽ നിന്നും കണ്ടെത്തിയ അസ്ഥികൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഉടമസ്ഥനായ ഡോക്ടർ ഫിലിപ്പ് ജോണിന്റെ മൊഴിയും പോലീസ് ശേഖരിക്കും. വൈദ്യപഠനത്തിന് ഉപയോഗിച്ചതാകാം അസ്ഥികളെന്നും സംശയമുണ്ട്. ജനം, കൊച്ചി. സ്ഥലമാറ്റ ഉത്തരവിന് പുല്ലുവില നൽകി ബിവറേജസ് കോർപ്പറേഷനിലെ യൂണിയൻ നേതാക്കൾ. പുതിയ സ്ഥലത്ത് ഹാജരാകേണ്ട തീയതി കഴിഞ്ഞിട്ടും സ്ഥാനമൊഴിയാൻ നേതാക്കൾ തയ്യാറായിട്ടില്ല. CMDയുടെ ഉത്തരവ് പാലിക്കാത്തത് CITU, AITUC സംസ്ഥാന നേതാക്കളാണ്. സംസ്ഥാന ബെവറേജസ് കോർപ്പറേഷൻ CMD ഹർഷിത അട്ടല്ലൂരി ഡിസംബർ 21-നും 24-നും പുറത്തിറക്കിയ ഉത്തരവുകളിലൂടെ 8 പേരെയാണ് സ്ഥലം മാറ്റിയത്. സ്ഥലം മാറ്റപ്പെട്ടവരിൽ ബെവ്കോയിലെ CITU യൂണിയൻ സംസ്ഥാന സെക്രട്ടറിയായ R കാർത്തികേയൻ, AITUC യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുനേഷൻ എന്നിവരും ഉൾപ്പെടുന്നു. സ്ഥലം മാറ്റം ഉത്തരവിറങ്ങി 3 മുതൽ 7 ദിവസം വരെയാണ് പുതിയ സ്ഥലത്ത് ഹാജരാകാനുള്ള പരമാവധി സമയം. ജില്ലയ്ക്കുള്ളിലാണെങ്കിൽ 3 ദിവസം, പുറത്താണെങ്കിൽ 5, പരമാവധി 7 ദിവസം വരെയും നൽകും. എന്നാൽ രണ്ടാമത്തെ ഉത്തരവും ഇറങ്ങി 14 ദിവസം കഴിഞ്ഞിട്ടും നേതാക്കളടക്കം ആരും വിടുതൽ ചെയ്യുകയോ പുതിയ സ്ഥലത്ത് ചേരുകയോ ചെയ്തിട്ടില്ല. CITU സംസ്ഥാന സെക്രട്ടറിയായ R കാർത്തികേയൻ ട്രാൻസ്ഫർ ഓർഡറിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട് CMDക്ക് കത്തും നൽകി. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് മന്ത്രിതല ഇടപെടലുണ്ടാക്കി സ്ഥലം മാറ്റം ഒഴിവാക്കിയെടുക്കാനുള്ള നീക്കമെന്നാണ് ഉയരുന്ന ആരോപണം. കഴിഞ്ഞ ഏപ്രിലിൽ ഒരു വനിതാ നേതാവിനെ കൊല്ലത്ത് നിന്നും സ്ഥലം മാറ്റിയെങ്കിലും അവർ വഴങ്ങിയിരുന്നില്ല. സംഘടനാ സ്വാധീനം ഉപയോഗിച്ചതോടെ ട്രാൻസ്ഫർ ഓർഡർ റദ്ദാക്കേണ്ടിയും വന്നിരുന്നു. സമാന സാഹചര്യം ആവർത്തിക്കുകയാണെന്നാണ് വിമർശനം. ജനം, തിരുവനന്തപുരം. നവീൻ ബാബു കേസിൽ SIT അന്വേഷണം പ്രതിയെ രക്ഷിക്കാനെന്ന ആരോപണം കടുപ്പിച്ച് നവീൻ ബാബുവിന്റെ കുടുംബം. SIT അന്വേഷണത്തിൽ സുതാര്യവും സമഗ്രവുമായ അന്വേഷണം സാധ്യമായില്ലെന്ന് നവീൻ ബാബുവിന്റെ ബന്ധുവും അഭിഭാഷകനുമായ അനിൽ P. നായർ പറഞ്ഞു. കേരളത്തിന് പുറത്തുനിന്നുള്ള ഏജൻസിയുടെ അന്വേഷണത്തിൽ മാത്രമാകും സ്വതന്ത്രവും നീതിയുക്തവുമായ അന്വേഷണം സാധ്യമാകുക. CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായും അനിൽ P. നായർ ജനം TVയോട് പറഞ്ഞു. കേസിന്റെ അന്വേഷണം വഴിതെറ്റിക്കാൻ വ്യാജരേഖ ഉണ്ടാക്കിയ വ്യക്തികളൊക്കെ വളരെ സ്വതന്ത്രരായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് രാഷ്ട്രീയമായി തന്നെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതിന് ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞ വ്യക്തികളും അവരുടെ സ്വാധീനശേഷിയും ഒക്കെ ബഹുമാനപ്പെട്ട കോടതിയുടെ പരിഗണനയിൽ വന്നില്ല എന്നുള്ളത് ചിന്തിക്കപ്പെടേണ്ട, ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സംഗതിയാണ്. ഇത് മറ്റ് ഉയർന്ന നീതിപീഠങ്ങളിലും നമ്മളിത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. വയനാട്ടിൽ വീണ്ടും കടുവ ആക്രമണം. വയനാട് അമരക്കുനിയിൽ ഇറങ്ങിയ കടുവ ആടിനെ കൊന്നു. ഇന്ന് പുലർച്ചെയാണ് നാരകത്തറ പാപ്പച്ചന്റെ 2 വയസ്സ് പ്രായമുള്ള ആടിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. സ്ഥലത്തെത്തിയ ഫോറസ്റ്റുകാരും പോലീസും കടുവയ്ക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ദിവസങ്ങൾക്ക് മുൻപാണ് പുൽപ്പള്ളിയിൽ തന്നെ മറ്റൊരിടത്ത് കടുവയെ കണ്ടത്. കടുവ ഇറങ്ങുന്നത് വലിയ ആശങ്കയാണെന്നും പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. തമിഴ്നാട് വാൽപ്പാറയിൽ തപാൽ ഓഫീസ് കാട്ടാന തകർത്തു. സിങ്കോണ എസ്റ്റേറ്റ് ഭാഗത്തെ ഫോറസ്റ്റ്
പോസ്റ്റ് ഓഫീസാണ് കാട്ടാനക്കൂട്ടം തകർത്തത്. വിവരമറിഞ്ഞെത്തിയ മാനാമ്പള്ളി വനപാലകർ ആനകളെ വനമേഖലയിലേക്ക് തുരത്തി. വാൽപ്പാറയിൽ കേരള തമിഴ്നാട് മേഖലയിൽ കാട്ടാന ശല്യം വർദ്ധിക്കുന്നുവെന്നും പരാതി. വയനാട് ഓൾഡ് വൈത്തിരിയിൽ പുരുഷനെയും സ്ത്രീയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് സ്വദേശികളായ പ്രമോദ്, ബിൻസി എന്നിവരെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്വകാര്യ റിസോർട്ടിന്റെ പുറത്ത് മരക്കൊമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയ്ക്ക് ശേഷം കോൺഗ്രസ് നേതാക്കൾ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന് ബന്ധുക്കൾ. പുറത്തുവിട്ട കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല നടത്തിയ പ്രസ്താവന വിഷമിപ്പിക്കുന്നതാണെന്നും ബന്ധുക്കൾ പറഞ്ഞു. അതേസമയം ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് BJP ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് മലവയൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവന്നത്. കത്തിൽ MLA IC ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ ബാങ്ക് നിയമനത്തിന് പണം വാങ്ങിയെന്ന് പറയുന്നുണ്ട്. NM വിജയന്റെ ആത്മഹത്യയ്ക്ക് ശേഷം കോൺഗ്രസ് നേതാക്കൾ കുടുംബത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നും ബന്ധുക്കൾ പറയുന്നു. അദ്ദേഹത്തിന്റെ കത്തുകളിൽ തന്നെ IC ബാലകൃഷ്ണൻ ഉൾപ്പെടെ അപ്പച്ചൻ അങ്ങനെ പല ആളുകളുടെയും പേര് വിവരങ്ങൾ വളരെ എടുത്തു പറഞ്ഞുകൊണ്ട് ഏതൊക്കെ ബാങ്കുകളിലാണ്, സഹകരണ ബാങ്കുകളിലാണ് അഴിമതിക്ക് വേണ്ട പണം ഇവർ വാങ്ങിയത്, ആരാണ്, എങ്ങനെയാണ് വാങ്ങിപ്പിച്ചത്, അത് തിരിച്ചടയ്ക്കുന്നതിനും ആ പൈസ കണ്ടെത്തുന്നതിനും വേണ്ടി ഏതൊക്കെ രീതികളിലാണ് ഇതിനെ ഉപയോഗിച്ചത് എന്നെല്ലാം വളരെ വ്യക്തമായി കത്തിൽ 1, 2, 3, 4 എന്ന രീതിയിൽ പാരഗ്രാഫ് ഇട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് രമേശ് ചെന്നിത്തലയോട് ചോദിക്കാനുള്ള കാര്യം, ഇദ്ദേഹം ഇത് വ്യാജമാണെങ്കിൽ അദ്ദേഹം ആ കത്തിൻ്റെ പകർപ്പ് എടുത്തുകൊണ്ട് ആ കത്ത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇരുന്ന് വായിച്ച് അതിനുള്ള മറുപടി പറയാനുള്ള ചങ്കൂറ്റം രമേശ് ചെന്നിത്തല. NM വിജയൻ ആത്മഹത്യ ചെയ്തതിൽ കടുത്ത ചതിയുണ്ടെന്ന BJP ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് മലവയൽ പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടി NM വിജയൻ മരിച്ച ആ ഘട്ടത്തിൽ തന്നെ തുറന്നു പറഞ്ഞിരുന്നു, ആത്മഹത്യ ചെയ്യാനുണ്ടായിട്ടുള്ള NM വിജയനെ പോലെയുള്ള ഒരു നേതാവ്, പ്രത്യേകിച്ച് സുൽത്താൻ ബത്തേരിയിലും വയനാട്ടിലും കോൺഗ്രസിന് വേണ്ടി അക്ഷീണം പണിയെടുത്തിട്ടുള്ള ഒരു നേതാവ്, അദ്ദേഹം ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയ ഒരു കൊടിയ ചതി തന്നെ നടന്നിട്ടുണ്ട് എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. IC ബാലകൃഷ്ണനെ കൂടാതെ NT അപ്പച്ചൻ, ബാലചന്ദ്രൻ, KK ഗോപിനാഥ് എന്നിവരുടെ പേരുകളും കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ട്. ജനം, വയനാട്. NM വിജയന്റെ ആത്മഹത്യയിൽ കത്ത് കിട്ടിയിട്ടില്ലെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കത്തുമായി കുടുംബം 2 ദിവസം മുമ്പ് പറവൂരിലെ ഓഫീസിൽ വന്ന് കണ്ടിരുന്നു. അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. അന്വേഷണം നടക്കുന്നതിനാൽ കൂടുതലൊന്നും പറയാനില്ലെന്നും VD സതീശൻ പറഞ്ഞു. പാർട്ടി അന്വേഷിക്കുകയാണ്. എൻ്റെ അടുത്ത് ഒരു 2 ദിവസം മുമ്പാണ് ഈ ഒരു കത്ത് കൊണ്ടുവന്ന് തന്നത്. ഞാൻ അവരോട് വിശദമായിട്ട് അത് ചോദിച്ചറിഞ്ഞു. എനിക്ക് അവ്യക്തതയുള്ള ചില ഭാഗം ഞാൻ അവരോട് പറഞ്ഞു, അവ്യക്തതയുണ്ട്, അതെന്താണെന്ന് ചോദിച്ചു. വിശദമായി അവരുമായിട്ട് ചോദിച്ചറിഞ്ഞു. ഞാൻ ആ കത്ത് കിട്ടിയിട്ടില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അതിനോട് പ്രതികരിക്കുന്നത്. എനിക്ക് ആ കത്ത് കിട്ടി, എൻ്റെ കയ്യിൽ എൻ്റെ പറവൂരിലെ ഓഫീസിൽ കൊണ്ടുപോയി തന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി KPCC പ്രസിഡന്റ് തന്നെ അത് അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. ആ കമ്മിറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നത് ഇമ്മച്ചുമാണ്. DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ വിജിലൻസ് വിജയന്റെ മകന്റെ മൊഴിയെടുക്കുന്നു. വിജിലൻസ് DYSPയാണ് മകൻ വിജേഷിന്റെ മൊഴിയെടുക്കുന്നത്. അതേസമയം ആത്മഹത്യയിൽ വിഭിന്ന നിലപാടാണ് പാർട്ടി നേതാക്കൾക്കിടയിൽ ഉള്ളത്. KPCC പ്രസിഡന്റ് കത്തിനെ തള്ളിപ്പറഞ്ഞില്ല. എന്നാൽ MLA IC ബാലകൃഷ്ണനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ചെന്നിത്തല സ്വീകരിച്ചത്. NM വിജയന്റെ ആത്മഹത്യയ്ക്ക് ശേഷം കോൺഗ്രസ് നേതൃത്വം കുടുംബത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഇനി കലോത്സവ വിശേഷങ്ങളിലേക്കാണ്. തിരുവാനന്തപുരം. തിരുവാനന്തപുരം, കലയുടെ സ്വന്തം തിരുവനന്തപുരം. തിരുവാനന്തപുരം പവേർഡ് ബൈ ജിടെക്. ജോലിയാണ് ലക്ഷ്യമെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് ജ്യോതിസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ്, സ്പ്രെഡിംഗ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ. മുപ്പത്തൊന്ന് കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂൾ, അതും അടച്ചുപൂട്ടുന്നു.
സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ ഈ കുഞ്ഞുങ്ങൾ എത്തിയത് കലോത്സവം കാണാൻ മാത്രമല്ല, സ്വന്തം സ്കൂൾ തിരികെ തരണമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയോട് പറയാൻ കൂടിയാണ്. തിരുവനന്തപുരം പൊന്മുടി ഗവൺമെന്റ് NLPSലെ കുട്ടികൾ കലോത്സവ വേദിയിൽ എത്തിയപ്പോൾ ഉള്ള വിശേഷങ്ങളാണ് ഇനി പങ്കുവയ്ക്കാനുള്ളത്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേളയിൽ എനിക്ക് മനസ്സിനെ ഏറെ സങ്കടപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായി. തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടിയിൽ നിന്നും തങ്ങളുടെ സ്കൂള് പൊളിക്കുകയാണ് എന്ന കാര്യം പറയാനായി ഒരു കൂട്ടം കുഞ്ഞു വിദ്യാർത്ഥികൾ മന്ത്രിയെ കാണാനെത്തി. മന്ത്രിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയെങ്കിലും അവരുടെ ചിരിയും കളിയും മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുകയാണ്. അവരുടെ ആവശ്യവും അവരുടെ സന്തോഷം നിറഞ്ഞ കാഴ്ചകളും കാണാം. അടുത്ത വർഷം പഠിക്കുന്ന സ്കൂൾ ഉണ്ടാകുമോ എന്ന് പോലും അറിയാത്ത കുരുന്നുകൾ. കലോത്സവത്തിലെ ചമയങ്ങളുടെ തിളക്കങ്ങൾക്കിടയിൽ മതിമറന്നുള്ള സന്തോഷം. തിരുവനന്തപുരം പൊന്മുടിയിലെ എസ്റ്റേറ്റ് തൊഴിലാളികളുടെ മക്കൾ പഠിക്കുന്ന ഗവൺമെന്റ് UP സ്കൂൾ വസ്തുതർക്കത്തിന്റെ പേരിൽ നഷ്ടപ്പെടാൻ പോവുകയാണ്. വിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ട് കണ്ട് കാര്യമറിയിക്കാനും കലോത്സവം കാണാനും എത്തിയതാണ്. കലോത്സവം കാണിക്കാനാണ്, കുട്ടികളെ ഒന്ന് കലോത്സവം കാണിപ്പിക്കാൻ കൊണ്ടുവന്നതാണ്. നമ്മുടെ ഇപ്രാവശ്യം കലോത്സവം തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് നമുക്ക് കുട്ടികളെ കൊണ്ടുവന്ന് കാണിക്കണമെന്ന് തോന്നി, അങ്ങനെ വന്നതാണ്. സ്കൂളിലെ ഒരു വസ്തുവായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ട്, വനം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിൻ്റെ ഒരു നിവേദനമാണ് സാറിനെ കൊടുത്തത്. വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടതെന്തിനെന്നറിയില്ല. നിറയെ വർണ്ണങ്ങൾ കണ്ടു, നിറയെ ചിരികളും. ബഹളങ്ങൾക്കിടയിൽ പാട്ടുപാടി നൃത്തം കളിച്ചവർ ഒന്നുകൂടി ആഘോഷിക്കുകയാണ്. കളിയും ചിരിയും നിറഞ്ഞ ഓർമ്മകളാണ് അവർക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് ലഭിച്ചത്. അവരുടെ ആവശ്യം മുഖ്യമന്ത്രി ചിലപ്പോൾ അംഗീകരിക്കുമായിരിക്കും. എന്നാലും ഇവരുടെ സ്കൂള് പൊളിക്കാതിരിക്കട്ടെ. ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം. കലോത്സവ നഗരിയിൽ വലിയൊരു സംഘടന നടന്നു ഇന്നലെ. വാർത്തകൾ കൊണ്ട് പരസ്പരം മത്സരിച്ച റിപ്പോർട്ടർമാരായ മിഥുൻ അയ്യപ്പനും ടിൻഡുദാസുമാണ് തമ്മിൽ ഏറ്റുമുട്ടിയത്. കാസർഗോഡ് നിന്നുള്ള ചട്ടഞ്ചാൽ CHS സ്കൂളിലെ ചവിട്ടുനാടക സംഘം ഇടപെട്ടാണ് സാഹചര്യം ശാന്തമാക്കിയത്. കാണാം ആ റിപ്പോർട്ട്. നീ എന്റെ വാർത്തക്ക് മറുവാർത്ത ചെയ്യൂലടി ടിൻഡു. ചെയ്യുമടാ, നീ കോട്ടയത്ത് നിന്ന് വന്നിട്ട് നീ കുറെ ആലോടാ തിരുവനന്തപുരത്ത് കളിക്കാൻ. നിന്റെ വാർത്തക്ക് ഞാൻ മറുവാർത്ത ചെയ്ത് നിന്നെ ഞാൻ അരിഞ്ഞു വീഴ്ത്തുമെടാ. പറ്റില്ലടി, പറ്റത്തില്ല. അല്ല ഇവിടെ എന്താ യുദ്ധാണാ? ഇതാണോ യുദ്ധം? ഞാൻ കാണിച്ച യുദ്ധം എന്നാ യുദ്ധം കണ്ടിട്ട് വരാൻ ബാക്കി.
ഇതൊരു യുദ്ധമായിരുന്നു. ഇത് എന്താ സംഭവം, കഥ എന്താണെന്ന് പറഞ്ഞേ. അത് അൽബ്രാത്ത് കാറൽസ്മാൻ എന്ന് പറഞ്ഞിട്ട് 2 രാജാക്കന്മാരുണ്ട്. അൽബ്രാത്ത് രാജാവ് ആദ്യം കാറൽസ്മാൻ്റെ സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കി. അപ്പോൾ അതിന് ഇതായിട്ട് കാറൽസ്മാൻ രാജാവ് യുദ്ധം ചെയ്തു. സത്യത്തിൻ്റെ ഭാഗം അതിൽ വിജയിച്ചു. അതിന് ഉള്ള ഒരു കഥ വെച്ചിട്ട് ഉള്ള ഒരു നടൻ. ഈ യുദ്ധം നിങ്ങൾ ശരിക്കും യഥാർത്ഥ യുദ്ധം പോലെ തന്നെയായിരുന്നു, നല്ല ചവിട്ടി പൊളിക്കന്നെയായിരുന്നല്ലോ ചെയ്ത്. അതെ അതെ. പ്രാക്ടീസ് ഒക്കെ എങ്ങനെയായിരുന്നു? പ്രാക്ടീസ് ഒക്കെ സ്കൂളിലായിരുന്നു. ആശാൻ വരും 6 മാസത്തോളമായി. 6 മാസം നീണ്ടു നിന്ന യുദ്ധം. മഹാഭാരത യുദ്ധം പോലും ഇത്ര ഇല്ലാന്നായിരുന്നു പറയുന്നത്. ഞാനും നീയായിട്ട് എത്ര ദിവസത്തെ യുദ്ധം? 2 ദിവസമായി ഞങ്ങൾ തമ്മിൽ യുദ്ധം നടന്നിട്ട്. ഞങ്ങൾ തമ്മിലുള്ള യുദ്ധം എങ്ങനെയുണ്ട്? ജില്ലയിലൊരു യുദ്ധം ചെയ്തു, സംസ്ഥാനത്ത് വന്നൊരു യുദ്ധം ചെയ്തു. ഏത് യുദ്ധമായിരുന്നു ഏറ്റവും വാശിയുള്ള യുദ്ധം? സംസ്ഥാനത്തെ യുദ്ധം. ഇവരിപ്പോ നിങ്ങൾ എത്ര പേരാ മുഴുവനും? 10. 9 സ്ത്രീകളോട് ഒരു പുരുഷൻ യുദ്ധം ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് അനന്തഗോപാൽ, CHS അടിഞ്ഞാൽ സ്കൂൾ, കാസർഗോഡാണ്. ഈ മത്സരത്തിനപ്പുറം ഈ 9 പേരോടെ ഈ 3 ഘട്ടങ്ങളിലും അനന്ത് മത്സരിച്ചിട്ടുണ്ടല്ലേ? ഷെയ്പ്പുകൾ പടൈത്തൽ ബ്രാത്തനു മിഷൻ, എന്റെ ഷെയ്പ്പുകൾ പടൈത്തൽ ബ്രാത്തനു മിഷൻ, നാഗർ കൊണ്ടിടാതെ എങ്കൾ മണ്ഡലാത്തീപൻ വാരാ, നാഗർ കൊണ്ടിടാതെ എങ്കൾ മണ്ഡലാത്തീപൻ വാരാ, എന്റെ ഷെയ്പ്പുകൾ പടൈത്തൽ ബ്രാത്തനു മിഷൻ, എന്റെ ഷെയ്പ്പുകൾ പടൈത്തൽ ബ്രാത്തനു മിഷൻ, നാഗർ കൊണ്ടിടാതെ എങ്കൾ മണ്ഡലാത്തീപൻ വാരാ, നാഗർ കൊണ്ടിടാതെ എങ്കൾ മണ്ഡലാത്തീപൻ വാരാ, കാരസ്മാന്റെ യുദ്ധം കഴിഞ്ഞു, അൽബ്രാസും പോയി. ഇനി നമ്മുടെ യുദ്ധം തുടരും. ക്യാമറമാൻ വിവേക് നേമത്തോടൊപ്പം മിഥുൻ അയ്യപ്പനും ടിൻഡു ദാസും. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാക്കുകയാണ്. നമസ്തേ.